അല്ലാഹ് മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ലാഹ്. ഞാൻ ചോദിക്കട്ടെ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചാൽ അല്ലാഹു തരുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്താ? ദഖലൽ ജന്ന, അവര് സ്വർഗ്ഗത്തിലാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് സ്വർഗ്ഗത്തിലാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാ പറയണേ, ഊരഞ്ചേരിയുടെ പരിസരത്തുള്ള ഏറ്റവും വലിയ ഭാഗ്യവാനും ഭാഗ്യവതിയാരാ? അവസാനം നന്നാക്കുന്നവരെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കോ? എല്ലാവരും അവസാനം നന്നാക്കി മരിക്കോ? ഇല്ല. പലിശക്കാരൻ മരിക്കോ? ഇല്ല. കള്ളു കുടിക്കുന്നവൻ മരിക്കോ? ഇല്ല. ഞാൻ ചോദിക്കട്ടെ, മരിക്കൂല എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു ചങ്ങാതിമാര്, ഏതെങ്കിലും ഒരു മുത്തഅല്ലിം, ഏതെങ്കിലും ഒരു ഉമ്മമാര് ഈ സദസ്സിലുണ്ടെങ്കിൽ എന്ന് കൈവക്കിയ ഉസ്താദേ, ഞാൻ മരിക്കൂല ഉസ്താദേ, അസ്രായിൽ എന്നെ പിടിക്കൂല ഉസ്താദേ, എനിക്ക് നല്ലൊരു കിതാബൊക്കെ തിരിയും ഉസ്താദേ, അസ്രായിൽ വന്നാൽ ചിലപ്പോൾ ഓരൊക്കെ തിരിച്ചു പോകും ഉസ്താദേ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഞാനൊരു 9 മണിയായപ്പോ ഞാൻ എന്റെ മൊബൈൽ ഫോൺ എടുത്ത് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മൊബൈൽ ഫോണിലൊക്കെ ഇങ്ങനെ മെസ്സേജ് വന്ന് നിറഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മസൂദ് സഖാഫി എന്ന് പറയുന്ന ഗൂഡല്ലൂരുള്ള ഒരു ഉസ്താദ്, വഅള് പറയുന്ന ഒരു ഉസ്താദ് വിട പറഞ്ഞു പോയി. ഉസ്താദേ, അല്ലാഹു നീ സ്വർഗ്ഗം കൊടുക്കണേ റഹ്മാനെ, നരകം നീ ഹറാമാക്കണേ റഹ്മാനെ. മിക്ക ദിവസങ്ങളിലും കാസർഗോഡ് നിന്ന് ട്രെയിനിലാണ്, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിന് കയറിയിട്ടാണ് ആലപ്പുഴയ്ക്ക് പോകണമെങ്കിൽ മിക്ക ദിവസങ്ങളിലും കാണാറുള്ള ഒരു ഉസ്താദാണ്. നേരിട്ട് വലിയ പരിചയമൊന്നുമില്ല, പക്ഷെ കണ്ടപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ സഹിക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ വഅള് പറഞ്ഞ ഉസ്താദ്, ഇന്ന് കാസർഗോഡ് ജില്ലയിൽ വഅള് പറയേണ്ട ഉസ്താദ്, ഇന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഖബറില. അല്ലാഹു അതാണ് മരണം എന്ന് പറയുന്നത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഏത് സമയത്തും മരിക്കാം. ഇന്നലെ ദേവർശോലയിൽ വഅള് പറഞ്ഞു, ഇന്ന് കാസർഗോഡ് വഅള് പറയാൻ വേണ്ടി ഡേറ്റ് എഴുതിയിട്ട് ഉസ്താദ് ഇന്ന് ഖബറിന്റെ അകത്തിന്റെ പ്രിയപ്പെട്ടവരെ വഅള് പറയും. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട പണ്ഡിതന്റെ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്. ഞാൻ കുറച്ച് വോയിസ് ഒക്കെ കേട്ടു, ചെറിയ മക്കളാണെന്ന് അറിഞ്ഞു റബ്ബേ, ആ മക്കൾക്കും ഭാര്യക്കും കുടുംബത്തിനും നീ ക്ഷമ കൊടുക്കണേ റഹ്മാനെ, അവർക്ക് നീ അർഹരാകുന്ന പകരക്കാരനെ കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞാനൊക്കെ വഅള് തുടങ്ങിയ കാലം തൊട്ട് തന്നെ ഞാൻ ഏത് ഡേറ്റ് എഴുതിയിട്ടാലും എന്റെ ഫോൺ നോക്കിയാൽ ഇത്രയും വർഷം പ്രസംഗിച്ച ഡേറ്റ് ഒക്കെ ഫോണിൽ കിട്ടും. മൊബൈൽ ഫോണെല്ലാം എഴുതിയിടുക, അതിലെല്ലാം എഴുതിയിടും. ഇൻഷാ അല്ലാഹ് ആദ്യം എഴുതിയിടും. എന്ത് എഴുതിയിട്ടാലും ഇപ്പൊ ഇന്നത്തെ വയലിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ് പൂനഞ്ചേരി ദാറുൻ നജാത്ത്. കാരണം ഏത് സമയത്തും എന്റെ പ്രിയപ്പെട്ടവർ അസ്റായിൽ പിടിക്കാം അല്ലാഹ്. ഞങ്ങളുടെ അവസാനം നീ നന്നാക്കണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ലാഹ്. മസൂദ് സഖാഫിയുടെ ഖബർ നീ വിശാലാക്കണേ അല്ലാഹ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്നവരാരാ? അവരുടെ ദുനിയാവിന്റെ പ്രിയപ്പെട്ടവരെ, അവരാണ് ദുനിയാവിലെ ഭാഗ്യവാനും ഭാഗ്യവതിയും. അങ്ങനെ മരിക്കണമെങ്കിൽ 4 കാര്യങ്ങൾ ചെയ്യണമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണമെങ്കിൽ 4 കാര്യങ്ങൾ ചെയ്യണമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 4 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഒരു 10:30ക്കുള്ളിൽ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് നമുക്ക് വിട പറയാം. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ, റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദ്യത്തേത്, മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന ആദ്യത്തെ വിഭാഗം ഏതാ? അതിരമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, സഹാബാ, മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന 4 കാര്യങ്ങളിലോ ആദ്യത്തേതാ? ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, സഹാബാ, റജബ് മാസം എന്നെ പ്രിയമുള്ളവരെ കടന്നു വരുമ്പോ ഞാനും നിങ്ങളും ദുആ ചെയ്യും ഒരു ദുആയുണ്ട്. ഏതെന്നറിയോ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും അല്ലാഹ് ബറകത്ത് തരണേ അല്ലാഹ്. അത് കിടന്ന് പടച്ചവനോട് ദുആ ചെയ്യും ഒരു ദുആയുണ്ട്, വബല്ലിഅനാ റമളാൻ. ഒരുപാട് പ്രതിഫലമുള്ള, ഒരുപാട് ആനന്ദമുള്ള, ഒരുപാട് മഹത്വമുള്ള, ഒരുപാട് സന്തോഷമുള്ള, ഒരുപാട് ഫളീലത്തുള്ള, ഒരുപാട് ഇബാദത്തുള്ള റമളാനുണ്ടല്ലോ, ആഗതമാക്കണ അല്ലാഹ്. അത് കിടന്ന് പടച്ചവനോട് ദുആ ചെയ്യും ഒരു ദുആയുണ്ട്, അല്ലാഹുമ്മ വഫിഖ്നാ ഫീഹി ലിസിയാമി
വൽ ഖിയാമി വതിലാവത്തുൽ ഖുർആൻ. തൗഫീഖ് തരണേ അല്ലാഹ്. എന്തിനാ തൗഫീഖ് തരുന്നത്? നമസ്കരിക്കാൻ, നോമ്പ് നോറ്റാൻ, സദഖകൾ കൊടുക്കാൻ, നന്മകൾ ചെയ്യാൻ. വതിലാവത്തുൽ ഖുർആൻ, ഖുർആൻ ഓതാൻ സൗഭാഗ്യം തരണേ അല്ലാഹ് എന്ന് പറഞ്ഞു ദുആ ചെയ്തവരോട് പറയുകയാ, ആരാണോ ഖുർആൻ ഓതുന്നവരാരാ, അതിനെ ആദരിക്കുന്നവരാരാ, അതിനെ ബഹുമാനിക്കുന്നവരാരോ, അതിനെ ഹൃദയത്തോട് ചേർത്തു പിടിക്കുന്നവരാരാ, അതിനെ ഹിഫ്ളാക്കുന്നവരാരാ, അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ.